Hi students, welcome. Myself is Dr. Shijinavi. In this class, we are going to discuss some examples of sequences. So first one is the sequence n is divergent. Okay, so here we have to prove sequence n is divergent. So consider the proof. So here we have to prove sequence n is divergent. Okay, so if possible, assume that sequence n is convergent. Convergent ആണെന്ന് assume ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, സോ ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത തിയറാണ്. ഓക്കെ, തിയറമാണ്. സോ നമ്മളിവിടെ അസ്യൂം ചെയ്തു സീക്വൻസ് n കൺവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. ദെൻ ബൈ ദിസ് തിയറം നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് n ബൗണ്ടഡ് ആണെന്ന് കിട്ടും. ഓക്കെ, ദെൻ ബൈ ദിസ് തിയറം സീക്വൻസ് n ഈസ് ബൗണ്ടഡ്. So by the definition of boundedness, we can write there exists a real number m greater than 0 such that mod n less than m for all n belongs to n. ഇത് ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ ഇതായിരുന്നു: എ സീക്വൻസ് എക്സ് എൻ ഈസ് സെഡ് ടു ബി bounded if there exists a real number m greater than 0 such that mod xn less than m for all n belongs to n. Okay, that's the definition of boundedness. Okay, so using this definition we can write there exists a real number m greater than 0 such that mod n less than m for all n belongs to n. Since this natural number ആയതുകൊണ്ട് mod n എന്താണ്? പോസിറ്റീവ് തന്നെയാണ്. സോ ഈ mod n പകരം നമുക്ക് എന്ത് എഴുതാം? n എഴുതാം. സോ ദാറ്റ് ഈസ് n ലെസ് ദാൻ m ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഓക്കെ, സോ കീപ് ഇറ്റ് ദ. നെക്സ്റ്റ്, വാട്ട് ഈസ് ആർക്കിമീഡിയം പ്രോപ്പർട്ടി? ആർക്കിമീഡിയം പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. ആർക്കിമീഡിയം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ, ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ, ദെൻ there exists n x belongs to n such that x less than nx. Okay, ഇതാണ് ആർക്കിമീഡിയം പ്രോപ്പർട്ടി. സോ ഒരു റിയൽ നമ്പർ ചൂസ് ചെയ്താൽ ഫോർ എനി എക്സ് ബിലോങ്സ് ടു ആർ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ എൻ എക്സ്. അതിന് ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ എൻ എക്സ്. ദാറ്റ് ഈസ് ആർക്കിമീഡിയം പ്രോപ്പർട്ടി. ദെൻ യൂസിങ് ദിസ് ആർക്കിമീഡിയം പ്രോപ്പർട്ടി, ഈ എം എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ് അല്ലേ? സോ ഈ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ഫോർ എം ബിലോങ്സ് ടു ആർ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ. ഞാനതിന് എൻ എം എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒരു പേര്. ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എം ലെസ് ദാൻ എൻ എൻ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ആർക്കിമീഡിയം പ്രോപ്പർട്ടി. എം എന്ന് പറയുന്ന റിയൽ നമ്പറിന് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതായത് ഒരു നാച്ചുറൽ നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ എം ലെസ് ദാൻ എൻ എം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എൻ ലെസ് ദാൻ എം ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ ഒരു കണ്ടീഷൻ, അതായത് എൻ ലെസ് ദാൻ എം ആണ്. ഇവിടെ എന്താ പറയുന്നത്? എം ലെസ് ദാൻ എൻ എം ഫോർ എ ഈ ഒരു പെർട്ടിക്കുലർ നാച്ചുറൽ നമ്പറിന് എം ലെസ് ദാൻ എൻ എം ആണ്. സോ ഇവിടെ പറയുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എമ്മിനേക്കാൾ കുറവാണെന്നാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് എം ലെസ് ദാൻ എൻ എം. ഓക്കെ, എമ്മിനേക്കാളും വലിയൊരു നാച്ചുറൽ നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് പറയുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ ഏതിനെ നമ്മൾ വയലേറ്റ് ചെയ്യുന്നു? ആർക്കിമീഡിയം പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്, അത് ട്രൂ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതെന്തായാലും ട്രൂ ആണ്. ഓക്കെ, സോ ദിസ് വയലേറ്റ്സ് ദി ആർക്കിമീഡിയം പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഈ അസ്യൂം ചെയ്തത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതിനെ വയലേറ്റ് ചെയ്യുന്നു? ആർക്കിമീഡിയം പ്രോപ്പർട്ടീനെ വയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെർഫോർ അവർ അസംഷൻ ഈസ് റോങ്. അപ്പം നമ്മൾ കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പം നമ്മളുടെ അസംഷൻ എന്താണ്? റോങ് ആണ്. അപ്പം നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? സീക്വൻസ് n കൺവേർജൻറ്റ് ആണ് എന്നാണ് അസ്യൂം ചെയ്തത്. ഓക്കെ, സോ അത് റോങ് ആണ്. മീൻസ് സീക്വൻസ് n ഈസ് divergent. Okay, so first
എക്സാമ്പിൾ പറയുന്നത് സീക്വൻസ് ഇൻ ഡൈവേർജൻ എന്നായിരുന്നു. സോ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്യുക, സീക്വൻസ് എൻ ഡൈവേർജൻ്റ് കൺവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ബൈ ദിസ് തിയറം ഇറ്റ് ഈസ് ബൗണ്ടഡ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ബൗണ്ടഡ്നെസ് എൻ ലെസ് ദാൻ എം ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് this statement violates the Archimedean property. Therefore our assumption is wrong and the sequence n is divergent. So that's the first example. Now consider the second example. The sequence minus 1 to the power n is divergent. Okay, so here the sequence is minus 1 to the power n. So this is also by contradiction method ആണ് അപ്ലൈ ചെയ്യുന്നത്. So assume that minus 1 to the power n, sequence minus 1 to the power n is convergent. സോ നമ്മൾ നേരത്തെ അത് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു കോൺട്രഡിക്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ്, അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷനിൽ എത്താനൊന്നും പറ്റില്ല. അപ്പോൾ നേരത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി ബൗണ്ടഡ് ആണ്. ഓക്കെ, മൈനസ് 1 ടു ദ പവർ എന്ന് പറയുമ്പം സെറ്റിൽ മൈനസ് 1ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഈ സെറ്റ് എന്താണ്, ബൗണ്ടഡ് സെറ്റാണ്. സോ നമുക്ക് എന്താ, നമ്മൾ നേരത്തെ ചെയ്ത ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് കോൺട്രഡിക്ഷനിൽ എത്താൻ പറ്റില്ല. സോ വേറൊരു രീതി ചൂസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ലെറ്റ് എ ഈക്വൽ ടു ലിമിറ്റ് മൈനസ് 1 ടു ദ പവർ n. ഇത് നമ്മൾ അസ്യൂം ചെയ്തു കൺവേർജൻ്റ് ആണ്. സോ കൺവേർജൻ്റ് ആണെങ്കിൽ എന്തായാലും അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. സോ ലെറ്റ് ഇറ്റ് ബി എ, ആ ലിമിറ്റ് എ ആണെന്ന് വിചാരിക്കുക. സോ എ ഈക്വൽ ടു ലിമിറ്റ് മൈനസ് 1 ടു ദ പവർ n ആൻഡ് ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1. ഓക്കെ, സോ ലിമിറ്റ് എ ഈക്വൽ ടു ലിമിറ്റ് മൈനസ് 1 ടു ദ പവർ n ആണെങ്കിൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ എന്താണ്, by definition for every epsilon greater than 0 there exists a natural number k. K belongs to n such that mod xn minus n a ആണ്. Okay, less than epsilon for all n greater than or equal to k ആണ്. So xn പകരം ഇവിടെ minus 1 to the power n and less than epsilon for all n greater than or equal to k. ഈ ഒരു കണ്ടീഷൻ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. സോ ഞാനിവിടെ എപ്സിലോൺ ഈക്വൽ ടു 1 ചൂസ് ചെയ്തു. ക്ലിയർലി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ ഫോർ ദിസ് എപ്സിലോൺ, ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ദെൻ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ, അത് k1 എന്ന് ചൂസ് ചെയ്യാണ്. k1 സച്ച് ദാറ്റ് ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ k1 ഉണ്ട്. സച്ച് ദാറ്റ് മൈനസ് 1 ടു ദ പവർ n മൈനസ് എ ഈസ് ലെസ് ദാൻ 1. ഇവിടെ എപ്സിലോൺ എന്താണ്, 1 ആണ്. ഓക്കെ, 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. സോ നൗ ഓഡ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താ കിട്ടുക, ഇവിടെ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇത് തന്നെ n ഓഡ് ആകുമ്പോഴെന്താണ് സംഭവിക്കുക, മൈനസ് 1 ടു ദ പവർ n എന്ന് പറയുന്നത് എന്താവും, മൈനസ് 1 ആവും. സോ ഇഫ് n ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 then we get mod minus 1 less than mod minus 1 minus a less than 1. ഓക്കെ, സോ അതിനൊന്ന് മാറ്റി എഴുതിയാൽ എന്ത് എഴുതാം, മൈനസ് 1 ലെസ് ദാൻ മൈനസ് 1 മൈനസ് എ ലെസ് ദാൻ 1. ദാറ്റ് ഇംപ്ലൈസ് 0 ലെസ് ദാൻ യു ആഡ് 1 ഓൺ ഓൾ സൈഡ്സ്. ഓക്കെ, 1 ആഡ് ചെയ്ത് എന്ത് കിട്ടും, ഇത് 0 ആവും, ഇത് മൈനസ് എ ആവും, ഇവിടെ 2 ആവും. സോ 0 ലെസ് ദാൻ മൈനസ് എ ലെസ് ദാൻ 2, ദാറ്റ് മീൻസ് മൈനസ് 2 ലെസ് ദാൻ എ ലെസ് ദാൻ 0. സോ ഈ ഒരു ഇനീക്വാലിറ്റി കിട്ടും വെൻ n ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. അതുപോലെ n ഈവൻ നാച്ചുറൽ നമ്പർ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 എന്താ സംഭവിക്കുക, മൈനസ് 1 ടു ദ പവർ എന്ന് പറയുന്നത് 1 ആവും. ഓക്കെ, സോ 1 മോഡ് 1 മൈനസ് എ ലെസ് ദാൻ 1 കിട്ടും. അതിനൊന്ന് മാറ്റി ചെയ്താൽ മൈനസ് 1 ലെസ് ദാൻ 1 മൈനസ് എ ലെസ് ദാൻ 1. സോ മൈനസ് 2 ലെസ് ദാൻ മൈനസ് എ ലെസ് ദാൻ 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഇംപ്ലൈസ് 0 ലെസ് ദാൻ എ ലെസ് ദാൻ 2. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് മൈനസ് 2 ലെസ് ദാൻ എ ലെസ് ദാൻ 0 എന്നാണ്. സോ നമ്മളതൊരു റിയൽ ലൈനിൽ വരയ്ക്കുവാണെങ്കിൽ എ എന്ന് പറയുന്നത് ദിസ് വൺ 0 1 2 മൈനസ് 1 മൈനസ് 2. എ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, മൈനസ് 2നും 0ൻ്റെ ഇടയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എ എന്ന് പറയുന്നത് ഇതിന് ഇടയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്, 0ക്കും 2ൻ്റെ ഇടയ്ക്ക്. സോ രണ്ടും പോസിബിൾ അല്ല.
ഓക്കെ, രണ്ടും ഒന്നിച്ച് പോസിബിൾ അല്ല. എക്ക് -2ൻ്റെയും 0ൻ്റെയും ഇടക്കും ഇതും ഈ ഒരു കണ്ടീഷനും രണ്ടും കൂടി ഒന്നിച്ച് പോസിബിൾ അല്ല. അപ്പോൾ എന്താണ്, സിൻസ് എ കനോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ഓഫ് ദീസ് ഇൻഇക്വാലിറ്റീസ് അവർ അസംഷൻ ലീഡ്സ് ടു എ കോൺട്രഡിക്ഷൻ. ഓക്കെ, രണ്ടും, അതായത് ഈ ഒരു കണ്ടീഷൻ ഈസ് ട്രൂ ഫോർ, അതായത് -1 to the power n മൈനസ് എ ലെസ് ദാൻ 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 എന്ന് പറയുന്നത് എല്ലാ എന്നിനും k1നേക്കാളും വലുതായിട്ടുള്ള എല്ലാ എന്നിനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് ഈവൺ ആയാലും ഓഡ് ആയാലും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഓഡ് ആവുന്ന കേസിൽ ഈ ഒരു കണ്ടീഷനും ഈവൺ ആവുന്ന കേസിൽ ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷെ ഒരിക്കലും എക്ക് രണ്ടും കൂടി ഒന്നിച്ച് പറ്റില്ല. ഓക്കെ, സോ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. സോ അവർ അസംഷൻ ലീഡ്സ് ടു എ കോൺട്രഡിക്ഷൻ. Therefore the sequence -1 to the power n is divergent. Okay, consider the example 3. Here limit 2n plus 1 by n is equal to 2. So we have to prove limit 2n plus 1 by n equal to 2. Okay, so നമ്മൾ ആദ്യം ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. x ഈക്വൽ ടു സീക്വൻസ് എക്സ് എന്നും y ഈക്വൽ ടു സീക്വൻസ് വൈ എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് എക്സ് എൻ പ്ലസ് ലിമിറ്റ് വൈ എൻ ആണ്. ഓക്കെ, സോ എക്സ് എന്നും വൈ എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ എക്സ് എൻ പ്ലസ് വൈ എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആയിരിക്കും. അതിൻ്റെ ലിമിറ്റ് എക്സ് എൻ പ്ലസ് വൈ എൻ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ പ്ലസ് ലിമിറ്റ് വൈ എൻ. ഈ ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഓക്കെ, സോ നമുക്കിതിനെങ്ങനെ എഴുതാം, ലിമിറ്റ് 2n പ്ലസ് 1 ബൈ n എന്നുള്ളതിന് 2n പ്ലസ് 1 ബൈ എന്നിന് നമുക്ക് എന്ത് എഴുതാം, 2 പ്ലസ് 1 ബൈ n എഴുതാം. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു 2 എന്ന് പറയുന്നത് സീക്വൻസ് 2 എന്ന് ഈ ഒരു 2 എന്ന് പറയുന്നത് കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. 1 ബൈ എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സോ നമുക്കിതിനെങ്ങനെ എഴുതാം, അതായത് സീക്വൻസ് 2 എന്ന് പറയുന്നത് കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സീക്വൻസ് 1 ബൈ എന്നും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. ഇത് കൺവേർജസ് ടു 2 ആണ്, ഇത് കൺവേർജസ് ടു 0 ആണ്. സോ ഇതിൻ്റെ സമ്മ്, അതായത് 2 പ്ലസ് 1 ബൈ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് കൺവേർജ് ചെയ്യാം, 2 കൺവേർജ് ചെയ്യുന്നത് 2ലേക്ക്, 1 ബൈ n കൺവേർജ് ചെയ്യുന്നത് 0ലേക്ക്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2ലേക്ക്. ഓക്കെ, സോ നമുക്ക് ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം, അത് തന്നെ എഴുതുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇത്, അതായത് ലിമിറ്റ് 2 പ്ലസ് 1 ബൈ n സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് 2 പ്ലസ് ലിമിറ്റ് 1 ബൈ n എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് 2 എന്ന് പറഞ്ഞാൽ 2, ലിമിറ്റ് 1 ബൈ n എന്ന് പറഞ്ഞാൽ 0. സോ 2 പ്ലസ് 0 ഈക്വൽ ടു 2. സോ ലിമിറ്റ് 2n പ്ലസ് 1 ബൈ n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2 കിട്ടി. ഓക്കെ, now consider example 4. Limit 2n plus 1 by n plus 5 equal to 2. So here നമുക്ക് നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല, ഒരു സമ്മായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് കോഷ്യൻ്റ് ആയിട്ട് എഴുതാം. സോ കോഷ്യൻ്റ് ആയിട്ട് എഴുതുമ്പം റിസൾട്ട് ഇതായിരുന്നു, എക്സ് എൻ ഒരു സീക്വൻസ് കൺവേർജൻറ്റ് സീക്വൻസ്, വൈ എൻ ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ എക്സ് എൻ ബൈ വൈ എൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, സീക്വൻസ് എക്സ് എൻ ബൈ വൈ എൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വൈ എൻ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് വൈ എൻ എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ടേക്ക് കൺവേർജ് ചെയ്യും, അതായത് ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ബൈ ലിമിറ്റ് വൈ എൻ നമുക്ക് എഴുതാം. ഓക്കെ, ഇത് എഴുതണമെങ്കിൽ എന്തായിരിക്കണം, ലിമിറ്റ് വൈ എൻ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇങ്ങനൊരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ എന്താവണം, വൈ എൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഒരു കോഷ്യൻ സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിൽ ലിമിറ്റ് വൈ എൻ നോട്ട് ഈക്വൽ ടു 0 ആയാലേ എക്സ് എൻ ബൈ എൻ സീക്വൻസ് എക്സ് എൻ ബൈ വൈ എൻ കൺവേർജ് ചെയ്യുള്ളൂ. ആൻഡ് കൺവേർജ് ചെയ്യുമ്പോൾ ലിമിറ്റ് ഇതായിരിക്കും, ലിമിറ്റ് എക്സ് എൻ ബൈ ലിമിറ്റ് വൈ എൻ. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ഇതിനെ നമ്മൾ ആദ്യം ചിന്തിക്കുക എക്സ് എൻ ഈക്വൽ ടു 2n പ്ലസ് 1ഉം വൈ എൻ ഈക്വൽ ടു n പ്ലസ് 5 എടുക്കാവുന്നതാണ് അല്ലേ. പക്ഷേ ഇതെന്തല്ല, കൺവേർജൻറ്റ് സീക്വൻസ് അല്ല. 2n പ്ലസ് 1 കൺവേർജൻറ്റ് സീക്വൻസ് അല്ല, n പ്ലസ് 5ഉം കൺവേർജൻറ്റ് സീക്വൻസ് അല്ല. അപ്പം നമുക്ക് എന്താ, എക്സ് എൻ ബൈ വൈ എൻ കൺവേർജൻ്റ് ആണെന്നോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഡൈവേർജൻ്റ് ആയതുകൊണ്ട്, എക്സിനും വൈ എനും ഡൈവേർജൻ്റ് ആയതുകൊണ്ട് എക്സ് എൻ ബൈ വൈ എൻ ഡൈവേർജൻ്റ് ആവണമെന്നില്ല. നമ്മൾ അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചത് എക്സ് എന്നും വൈ എന്നും കൺവേർജൻ്റ് ആണെങ്കിൽ എക്സ് എൻ ബൈ വൈ എൻ കൺവേർജൻ്റ് ആവുന്നതാണ്.
ഡൈവേർജൻറ്റിൻ്റെ കേസിൽ അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടില്ല. സോ എക്സ് എൻ ഈക്വൽ ടു 2n+1 വൈ എൻ ഈക്വൽ ടു n+5 എന്നെടുത്താൽ നമുക്ക് ഇത് തിയറം ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്കിതിനെ മാറ്റി എഴുതാം. ഈ 2n+1 2+1/n, അതായത് 2 here we have 2n+1 divided by n+5. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2+1/n, ഡിനോമിനേറ്ററിൽ n × 1+5/n കിട്ടും. സോ ഈ n ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ we will get 2+1/n divided by 1+5/n, അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് ദിസ് വൺ 2n+1/n+5 is equal to 2+1/n divided by 1+5/n. ഓക്കെ, ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് 2+1/n എന്താണ്? കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. ഇത് സീക്വൻസ് 2 കൺവേർജൻ്റ് ആണ്, സീക്വൻസ് 1/n കൺവേർജൻ്റ് ആണ്. സോ അതിൻ്റെ സം എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ സീക്വൻസ് 1+5/n ആണുള്ളത്. സോ 1 എന്താണ്? ഇത് കൺവേർജൻറ്റ് സീക്വൻസ് ആണ്, 5/n കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സോ അതിൻ്റെ സമ്മും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സോ ഇത് രണ്ടും കൺവേർജൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ ഡിവിഷനും എന്തായിരിക്കും? കൺവേർജൻറ്റ് സീക്വൻസ് ആയിരിക്കും. ഇതൊരിക്കലും 0 ആവില്ല, 1+5/n ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് 2+1/n ഡിവൈഡഡ് ബൈ ലിമിറ്റ് 1+5/n എഴുതാം. ആൻഡ് ലിമിറ്റ് 2+1/n എന്ന് പറഞ്ഞാൽ ലിമിറ്റ് 2 ലിമിറ്റ് 1/n, ഡിനോമിനേറ്റർ എന്ത് വരും? ലിമിറ്റ് 1 ലിമിറ്റ് 5/n. സോ ന്യൂമറേറ്റർ 2 ലിമിറ്റ് 1/n എന്ന് പറഞ്ഞാൽ 0, ഡിനോമിനേറ്റർ 1 ലിമിറ്റ് 5/n എന്ന് പറഞ്ഞാൽ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ദി ഫോർത്ത് എക്സാമ്പിൾ. സോ ഇവിടെ നമ്മൾ എക്സ് എൻ ഈക്വൽ ടു, ഈ ഒരു കേസിൽ നമ്മൾ എക്സ് എൻ ഈക്വൽ ടു എടുക്കുന്നത് 2+1/n ആണ്. ഓക്കെ, വൈ എൻ എടുക്കുന്നത് 1+5/n ആണ്. സോ എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ്? 2+1/n വരുമ്പം സം ഓഫ് 2 സീക്വൻസ് ആണ്. സീക്വൻസ് 2ൻ്റെയും സീക്വൻസ് 1/n-ൻ്റെയും സമ്മാണ് എക്സ് എന്ന് പറയുന്നത്. സോ സീക്വൻസ് 2 കൺവേർജൻ്റ് ആണ്, സീക്വൻസ് 1/n കൺവേർജൻ്റ് ആണ്. സോ അതുകൊണ്ട് എന്തായിരിക്കും? സീക്വൻസ് 2+1/n കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് സീക്വൻസ് 1ൻ്റെയും സീക്വൻസ് 5/n-ൻ്റെയും സമ്മാണ്. സോ അതിൻ്റെ സം എന്ന് പറയുമ്പോൾ 1+5/n. സോ ഇത് രണ്ടും കൺവേർജൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സമ്മും കൺവേർജൻ്റ് ആയിരിക്കും. സോ എക്സ് എന്നും ഇതും സീക്വൻസ് എക്സ് എൻ കൺവേർജൻ്റ് ആണ്, സീക്വൻസ് വൈ എന്നും കൺവേർജൻ്റ് ആണ്. സോ എക്സ് എൻ ബൈ വൈ, അതുപോലെ എക്സ് എൻ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഇതൊരിക്കലും 0 ആവില്ല. സോ സീക്വൻസ് വൈ എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ആണ്, ഒരിക്കലും 0 ആവില്ല. അതുപോലെ വൈ ഇത് കൺവേർജ് ചെയ്യുന്നത് അങ്ങോട്ടാ? വൈ എൻ കൺവേർജ് ചെയ്യുന്നത് 1ലേക്കാണ്, അതും നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഈ ഒരു എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം എക്സ് എൻ ബൈ വൈ എൻ എങ്ങോട്ടേക്ക് കൺവേർജ് ചെയ്യും? എക്സ് എൻ ബൈ വൈ എൻ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കൺവേർജസ് ടു ലിമിറ്റ് എക്സ് എൻ ബൈ ലിമിറ്റ് വൈ. ഓക്കെ, അതാണ് ആ ഒരു റിസൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ.